So according to the different components of microscopy we have discussed. We discussed up to the oil immersion objective. If while we are using the oil immersion objective, if we are not applying this immersion oil, the image appears blurred or hazy. Next important component is mechanical stage. The mechanical stage, it holds the slide. അപ്പോൾ സ്ലൈഡ് നമ്മൾ വെക്കുന്നത് മെക്കാനിക്കൽ സ്റ്റേജിലാണ് and it allows to be moved, and this can be moved either to left or to right or forward or backward by rotating the knobs. Knobs rotate ചെയ്തിട്ട് we can move this mechanical stage for completely viewing the different parts of the slide. It is fitted with fine Werner graduation as on a ruler. അപ്പോൾ ഈ മെക്കാനിക്കൽ സ്റ്റേജിൽ ഓൾറെഡി ഒരു റൂളർ പോലെ ഒരു ഇത് കാണാം നമുക്ക്. അവിടെയാണ് നമ്മൾ സ്ലൈഡ് വെക്കുന്നത്. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ റീലൊക്കേറ്റിംഗ് എ സ്പെസിഫിക് ഫീൽഡ്. അപ്പോൾ സ്ലൈഡിൻ്റെ ഡിഫറെൻറ്റ് ഫീൽഡ്സ് എക്സാമിൻ ചെയ്യാനാണ് വി ആർ പ്ലേസിങ് ഇറ്റ് ഇൻ ദിസ്. സോ ദിസ് മേ ഹെൽപ്സ് ടു examine different field or areas within the slide. Next important component is condenser. The condenser illuminates the specimen and controls the amount of light and contrast. അപ്പോൾ ഈ മെക്കാനിക്കൽ സ്റ്റേജിൻ്റെ അടിയിൽ വരുന്നതാണ് കണ്ടൻസർ. അത് ആവശ്യത്തിനുള്ള ലൈറ്റ് എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എത്രത്തോളം ലൈറ്റ് സ്പെസിമെനിൽ എൻ്റർ ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഈ കണ്ടൻസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇറ്റ് മേ ഹെൽപ്സ് ഇൻ ഇലൂമിനേറ്റിംഗ് ദ സ്പെസിമെൻ ആൻഡ് ഇറ്റ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ്. സം കണ്ടൻസേഴ്സ് ഹാവ് എ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഫോർ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് വരുന്നുണ്ട്. ഓരോ മൈക്രോസ്കോപ്പിലും ഓരോ ടൈപ്പ് കണ്ടൻസേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടൻസർ വരുന്നത് മെക്കാനിക്കൽ സ്റ്റേജിൻ്റെ അടിയിലാണ്. ഇത് കണ്ടോ? അപ്പോൾ ഈ കാണുന്ന നോബാണ് ഡയഫ്രം. അത് വെച്ചിട്ട് അത് നമ്മൾ പുഷ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് ലൈറ്റ് ഈ കണ്ടൻസർ വഴി എൻ്റർ ചെയ്യുന്ന ലൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നമുക്ക് എത്രത്തോളം ലൈറ്റ് വേണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡൗൺവേർഡ് പോർഷൻ. അപ്പോൾ ഇതാണ് എന്ത് സ്റ്റേജ് ക്ലിപ്പ്. ഇവിടെയാണ് റൂളർ പോലെ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ സ്ലൈഡ് വെക്കുന്നത്. ഇതിന്റെ നേരെ മുകളിലായിട്ടാണ് സ്ലൈഡ് വെക്കുന്നത്. ഈ സ്റ്റേജാണ് നമുക്ക് നോബ് യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഇതാണ് നോബ്. ഇത് നീക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജിനെ റൈറ്റും ലെഫ്റ്റും ഫോർവേഡും ബാക്ക്വേർഡൊക്കെ നീക്കുന്നത് ഈ നോബ് റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ. സോ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ദ കണ്ടൻസർ ഷുഡ് ബി ഈക്വൽ ടു or greater than that of the objective with maximum numerical aperture. അപ്പോൾ ഇതിൽ കണ്ടൻസറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ലൈറ്റ് ഗ്യാതറിംഗ് അല്ലേ പ്രോപ്പർട്ടി. അപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് എ കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിന്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇറ്റ് ഷുഡ് ബി ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് വിത്ത് എ മാക്സിമം ന്യൂമറിക്കൽ അപ്പേർച്ചർ. ഇനി നെക്സ്റ്റ് ഭാഗമാണ്, നെക്സ്റ്റ് കമ്പണന്റ് ആണ് ഐറിസ് ഡയഫ്രം. നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടൻസറിന്റെ മുകളിൽ കാണുന്ന ഈ പിക്ചറിൽ കാണുന്നുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണെന്ത്? ഐറിസ് ഡയഫ്രം. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബിലോ ദ കണ്ടൻസർ. ദിസ് അഡ്ജസ്റ്റ് ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ദ കണ്ടൻസർ, അതായത് ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി of the condenser when using objectives. അപ്പോൾ ഏത് ഒബ്ജക്റ്റീവ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇത് ഈ കണ്ടൻസറിന്റെ താഴെയുള്ള ഡയഫ്രം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ്സിനും ഡിഫറെൻറ്റ് മാഗ്നിഫൈങ് പവർ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഡയഫ്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് അഡ്ജസ്റ്റ് ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ of the condenser
when using objectives having low magnifying power. A swing out type filter hold may be fitted above or under the condenser. അപ്പോൾ വേറൊന്ന് പറയാനുള്ളത് എ സ്വിങ് ഔട്ട് ടൈപ്പ് ഫിൽറ്റർ ഹോൾഡർ ഇറ്റ് മേ ബി ഫിറ്റഡ് എബവ് ഓർ അണ്ടർ ദ കണ്ടൻസർ. കണ്ടൻസറിന്റെ താഴെയോ അല്ലെങ്കിൽ മുകളിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻ സം മൈക്രോസ്കോപ്സ് ദ ഫിൽറ്റർ ഹോൾഡർ may not be swing out type. The filter holder holds detachable. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് യൂസ് ചെയ്യുന്നു. A condenser centering screw when present are used to align the condenser with objectives. A condenser raising knob may also be present or the distance may be fixed. അപ്പോൾ ഓരോ ടൈപ്പ് മൈക്രോസ്കോപ്പിലും കണ്ടൻസറിന് ചെറിയ ചെറിയ ഡിഫറൻസ് അറേഞ്ച്മെന്റിൽ കാണാം. ഇനി ഏറ്റവും താഴെ വരുന്നതാണ് മിറർ ഓർ ഇലൂമിനേറ്റർ. അപ്പോൾ ടു സൈഡഡ് മിറർ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാം. ടു സൈഡഡ് മിറർ, അതായത് ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും മിറർ കാണാം. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് കോൺവെക്സ് ആണെങ്കിൽ മറ്റത് കോൺകേവ്, അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ടു സൈഡഡ് ഇല്ല, ഒറ്റ മിറർ ആയിട്ടാവും കാണുന്നത്. എ മിറർ ഈസ് ദ സിംപ്ലസ്റ്റ് ഇലൂമിനേറ്റർ. ദ ടു സൈഡഡ് മിറർ ഇറ്റ് മേ പ്രൊവൈഡ് നെസസറി ഇലൂമിനേഷൻ ത്രൂ റിഫ്ലക്ഷൻ ഓഫ് നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അപ്പൊ നാച്ചുറൽ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ ആണെങ്കിലാണ് ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പിലാണ് ടു സൈഡഡ് മിറർ കാണുന്നത്. ഇറ്റ് ഹാസ് ടു സർഫസ്. അപ്പൊ ഒരു സർഫസ് പ്ലെയിൻ ആണ് ഫോർ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അനദർ ആണെങ്കിൽ കോൺകേവ് ആണ് ഫോർ നാച്ചുറൽ ലൈറ്റ്. നാച്ചുറൽ ലൈറ്റ് വരുമ്പോൾ കോൺകേവ് ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ ടു സൈഡ്സ് ബൈ എ ഫോർക്ക് fixed on a mount in a way which permits the free rotation. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് by a fork fixed on a mount. അതുകൊണ്ട് അതിന് it helps in the free rotation. Mirror is usually fitted on a mount or at the base of the microscope. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും ബേസ് പോർഷനിലായിട്ടാണ് കാണുന്നത്. ഇനി ബിൽറ്റ് ഇൻ ലൈറ്റ് സോഴ്സസ്. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒക്കെയാണ് ബിൽറ്റ് ഇൻ ലൈറ്റ് സോഴ്സസ് കാണാം. അത് നാച്ചുറൽ ലൈറ്റ് അല്ല. അപ്പോൾ ഇലൂമിനേറ്റർ ഈസ് ബിൽറ്റ് ഇൻ ടു ദ ബേസ് ഓഫ് ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ ലൈറ്റ് സോഴ്സസിൽ ഹാലജൻ ബൾബ്, ഇതിന്റെ അകത്ത് സ്വിച്ച് ഇട്ടുള്ള ബൾബ് ഉണ്ടാവും. ഹാലജൻ ബൾബ് വിച്ച് മേ പ്രൊവൈഡ് ദ ബെസ്റ്റ് ഇലൂമിനേഷൻ. ഓൺ ടോപ്പ് ഓഫ് ദ ഇലൂമിനേറ്റർ ഇറ്റ് ഈസ് an a built filter holder to fit the filter of filters. അപ്പോൾ 3 types of filters ഉണ്ട്. ഹാലജൻ ബൾബാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇലൂമിനേറ്റർ. 3 types of filters. On the top of the illuminator is blue filters are used to change the light from ordinary electric bulbs into more natural white light. Neutral density filters are used to reduce the brightness without changing the color of the background. The next is green filters, which may be useful in some situations. അപ്പോൾ 3 types of filters വരുന്നതാണ്: blue filter, neutral density filters and green filters. Now, last important point ആണ് immersion oil. Immersion oil must be used with objectives having numerical aperture more than 1. അതായത് more than 1 numerical aperture ഉള്ള ഒബ്ജക്റ്റീവ്സിന് ആണ് ഓയിൽ ഇമേർഷൻ ഓയിൽ. അപ്പോൾ 100x ഒബ്ജക്റ്റീവിന്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇറ്റ് ഈസ് മോർ ദൻ 1. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു മാഗ്നിഫൈങ്. ഓരോ ഒബ്ജക്റ്റീവ് ലെൻസിനും ഡിഫറെന്റ് ന്യൂമറിക്കൽ അപ്പേർച്ചർ ഉണ്ട്, 0.65 എക്സെട്ര. ഈ ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവിനാണ് 1ന്റെ മുകളിൽ വരുന്നത് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവ് ഹാവിങ് ന്യൂമറിക്കൽ അപ്പേർച്ചർ മോർ ദൻ 1, അതിലാണ് നമ്മൾ ഇമേർഷൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ദിസ് ഇൻക്രീസസ് വാട്ട് റിസോൾവിംഗ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ്. അപ്പൊ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സീ ദ ക്ലിയർ ഇമേജ് അല്ലെ. റിസോൾവിംഗ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ്, അതായത് രണ്ട് ക്ലോസ് ആയിട്ടുള്ള ഇമേജ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യും. An immersion oil of the medium viscosity and refractive index of 1.5 is adequate. അപ്പോൾ എത്രയാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്? 1.5.
any synthetic non-drying oil with a refractive index of 1.5 or as recommended by the manufacturer should be used. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേഴ്ഷൻ ഓയിലിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഉണ്ടായിരിക്കണം. അങ്ങനത്തെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. സെഡാർ വുഡ് ഓയിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. സെഡാർ വുഡ് ഓയിൽ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഇറ്റ് ലീവ്സ്. സെഡാർ വുഡ് ഓയിൽ യൂസ് ചെയ്തിരുന്നു, ബട്ട് it should not be used as it leaves a sticky residue on the objective. അപ്പോൾ ഒരു പശപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പം അധികം യൂസ് ചെയ്യുന്നില്ല. പണ്ട് കാലങ്ങളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇഫ് സെഡാർ വുഡ് ഓയിൽ ഈസ് യൂസ്ഡ്, particular care then needs to be taken to ensure that objective should be thoroughly and promptly cleaned. Clean നന്നായി ചെയ്യണം with saline after each session of use. ഓരോ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴും സൈലീൻ യൂസ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്യണം. പണ്ട് സെഡാർ വുഡ് ഓയിൽ തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പെട്രോൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് സൈലീൻ ഫോർ ക്ലീനിങ് ഇഫ് ദ സൈലീൻ ഈസ് നോട്ട് അവൈലബിൾ. ലിക്വിഡ് പാരഫിൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഇറ്റ് ഹാസ് എ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം അതുകൊണ്ട് ഇറ്റ് പ്രൊഡ്യൂസ് എൻ ഇൻഫീരിയർ ഇമേജ്. അപ്പോൾ ലിക്വിഡ് പാരഫിനും യൂസ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഓൾസോ അൺസ്യൂട്ടബിൾ ഫോർ സ്കാനിങ് സ്പെസിമെൻസ് ഫോർ എ ലോങ് പീരിയഡ് ആസ് ഈസ് റിക്വയർഡ് ഫോർ ആക്യുറേറ്റ് മൈക്രോസ്കോപ്പി. ഒരുപാട് നേരം സ്കാൻ ചെയ്യാൻ പറ്റില്ല ഇമേജസ്. നെക്സ്റ്റ് വരുന്നതാണ് കോഴ്സ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റിംഗ് നോബ്സ്. കോഴ്സ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റിംഗ് നോബ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ താഴെ കാണുന്നത് ഇത് ഫൈന്, വലുത് കോഴ്സ്. ടു ചേഞ്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പെസിമെൻ സ്ലൈഡ് ആൻഡ് ഒബ്ജക്റ്റീവ്. സ്പെസിമെൻ സ്ലൈഡും ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. കോഴ്സ് ഫോക്കസിംഗ് നോബ്സ് ആൾട്ടർ ദ ഡിസ്റ്റൻസ് റാപ്പിഡ്ലി ആൻഡ് ഈസ് യൂസ് ടു ബ്രിങ് ദ സ്പെസിമെൻ ഇൻ ടു ഫീൽഡ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽഡിൽ സ്പെസിമെൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഫീൽഡ് ഓഫ് വ്യൂ അണ്ടർ ദ ഒബ്ജക്റ്റീവ് ഹാവിംഗ് ലോ മാഗ്നിഫിക്കൈങ് പവർ. അപ്പോൾ കോഴ്സ് അഡ്ജസ്റ്റിംഗ് നോബ് യൂസ് ചെയ്യുന്നത് ലോ മാഗ്നിഫൈങ്, അതായത് 40x 10x അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് കോഴ്സ് ഫോക്കസിംഗ് നോബ്സ് യൂസ് ചെയ്യുന്നത്. സോ the course adjusting knob alter this distance rapidly and it is used to bring the specimen into the field of view using objectives. അപ്പോൾ we are using course focusing knob to focus the specimen with low power objectives having low magnifying power. അത് low power objectives എന്ന് പറയുമ്പോൾ low magnifying power objectives 10x 40x അതൊക്കെ. ഫൈൻ ഫോക്കസിങ് നോബ്സ് അപ്പോൾ കോഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഫൈൻ ഫോക്കസിങ് നോബ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോഴ്സ് ഫോക്കസിങ് നോബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഈസ് ഫൈൻ ഫോക്കസിങ് നോബ് ചേഞ്ചസ് ദ ഡിസ്റ്റൻസ് വെരി സ്ലോലി and it permits better viewing of the object. One revolution of fine focusing knob should generally move the mechanical stage by 100 micrometer. So the movement should be very smooth and free from jerks. The next is about halogen lamps. Next, the halogen lamps, which are low wattage, high intensity lamps. These are preferred light source. Though they are costlier, these have following advantages over tungsten lamps. They emit white light. They have higher luminosity, that means brighter. Then they have compact filament and having longer life. Next is functioning of microscope. Three main optical pieces in the compound light microscope are condenser, objectives and eyepiece. We have already discussed about condenser, these three, and these three are essential for sharp and clear image. Now next we can discuss total magnification, that according to the time and availability we can discuss from total magnification and also how to use this microscopy and cleaning and maintenance of microscopy in the next session. Okay, thank you all.